നമസ്കാരം. ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ അനുമതിയില്ലാതെ റീൽസ് ചിത്രീകരിച്ച ഫാഷൻ ഇൻഫ്ലുവൻസറും റിയാലിറ്റി ഷോ താരവുമായ ജാസ്മിൻ ജാഫറിനെതിരെ ഗുരുവായൂർ ദേവസ്വം. സംഭവത്തെ തുടർന്ന് ക്ഷേത്രകുളത്തിൽ പുണ്യാഹം നടത്താനും വിവിധ പൂജകളും ശീവേലികളും ആവർത്തിക്കാനും ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. ചൊവ്വാഴ്ച രാവിലെ മുതൽ 18 പൂജകളും 18 ശിവേലികളും വീണ്ടും നടത്തും. ചൊവ്വാഴ്ച ഉച്ചവരെ ക്ഷേത്രത്തിൽ ദർശനത്തിന് നിയന്ത്രണമുണ്ടാകും. ക്ഷേത്രകുളത്തിൽ കാൽ കഴുകുന്നതും നടപ്പുരയിൽ നിന്ന് ചിത്രീകരിച്ചതുമായ റീൽസ് ജാസ്മിൻ ജാഫർ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവച്ചിരുന്നു. ഇത് വിവാദമായതോടെയാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയത്. നടപ്പുരയിൽ വീഡിയോ ചിത്രീകരിക്കുന്നത് കോടതി വിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ പുണ്യസ്ഥലമായി കണക്കാക്കപ്പെടുന്ന ക്ഷേത്രകുളത്തിൽ അനുമതിയില്ലാതെ വീഡിയോ ചിത്രീകരിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. വിവാദം ഉയർന്നതിനെ തുടർന്ന് ജാസ്മിൻ ജാഫർ തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നും റീൽസ് നീക്കം ചെയ്യുകയും പൊതുസമക്ഷം മാപ്പ് ചോദിക്കുകയും ചെയ്തിരുന്നു. താൻ ചെയ്തത് അറിവില്ലായ്മ കൊണ്ടാണെന്നും ആരെയും വേദനിപ്പിക്കാനോ പ്രശ്നമുണ്ടാക്കാനോ ഉദ്ദേശിച്ചിട്ടല്ല എന്നും അവർ വിശദീകരിച്ചു. തന്റെ വീഡിയോ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് മനസ്സിലാക്കുന്നുവെന്നും തെറ്റിന് ക്ഷമ ചോദിക്കുന്നുവെന്നും അവർ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ അറിയിച്ചിരുന്നു. എന്നാൽ ജാസ്മിന്റെ ക്ഷമാപണം ദേവസ്വം അധികൃതർ തള്ളിയിട്ടുണ്ട്. സംഭവത്തിൽ 2.6 മില്യൺ ആളുകളാണ് റീൽസ് നീക്കം ചെയ്യുന്നതുവരെ കണ്ടത്. ഏകദേശം 8 ലക്ഷത്തോളം ഫോളോവേഴ്സാണ് ജാസ്മിൻ ഇൻസ്റ്റഗ്രാമിലുള്ളത്. 1.5 മില്യൺ യൂട്യൂബ് സബ്സ്ക്രൈബർമാരും ഇവർക്കുണ്ട്. ഇതിനു മുൻപ് ഏപ്രിലിൽ കിഴക്കേ നടയിലെ ഭണ്ഡാരത്തിന് മുകളിലെ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്തതിന് ജസ്ന സലീമിനെതിരെയും ഗുരുവായൂർ ദേവസ്വം കേസെടുത്തിരുന്നു. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിനായിരുന്നു ഈ നടപടി. ക്ഷേത്രകുളത്തിൽ നടന്ന സംഭവത്തിൽ ജാസ്മിൻ ജാഫർക്കെതിരെയും ക്ഷേത്രത്തിലെ നടപടികൾക്കെതിരെയും സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പുണ്യാഹം നടത്തുന്നത് ക്ഷേത്രത്തിന്റെ ശുദ്ധീകരണം ലക്ഷ്യമാക്കിയാണ്. അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ 6 പ്രേക്ഷക ശ്രദ്ധ നേടിയ താരമാണ് ജാസ്മിൻ ജാഫർ. ഓണത്തോടനുബന്ധിച്ച് താരം പങ്കുവച്ച പുതിയ വീഡിയോയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. കേരള സാരി ഉടുത്ത മുല്ലപ്പൂ ചൂടി കയ്യിൽ കുപ്പിവളകൾ അണിഞ്ഞ ജാസ്മിന്റെ നാടൻ ലുക്കിലാണ് താരം എത്തിയത്. ബ്യൂട്ടി വ്ലോഗുകളിലൂടെയാണ് ജാസ്മിൻ ആദ്യമായി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയത്. പിന്നീട് ബിഗ് ബോസ് മലയാളം സീസൺ 6 മത്സരാർത്ഥിയായി എത്തിയതോടെയാണ് താരം കൂടുതൽ പ്രേക്ഷക പ്രീതി നേടാൻ തുടങ്ങിയത്. ഷോയിലെ ചില വിവാദങ്ങൾക്കിടയിലും പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുക്കാൻ താരത്തിന് സാധിച്ചിരുന്നു. സഹമത്സരാർത്ഥിയായിരുന്ന ഗബ്രിയുമായുള്ള സൗഹൃദവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. എന്തായാലും ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ അനുമതിയില്ലാതെ റീൽസ് ചിത്രീകരിച്ച ഫാഷൻ ഇൻഫ്ലുവൻസറും റിയാലിറ്റി ഷോ താരവുമായ ജാസ്മിൻ ജാഫറിനെതിരെ ഗുരുവായൂർ ദേവസ്വം വലിയ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. സംഭവത്തെ തുടർന്ന് ക്ഷേത്രകുളത്തിൽ പുണ്യാഹം നടത്താനും വിവിധ പൂജകളും ശീവേലികളും ആവർത്തിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 18 പൂജകളും 18 ശീവേലികളും ചൊവ്വാഴ്ച രാവിലെ മുതൽ നടത്തും. ചൊവ്വാഴ്ച ഉച്ചവരെ ഇതിനാൽ തന്നെ ക്ഷേത്രത്തിൽ ദർശനത്തിന് നിയന്ത്രണം ഉണ്ടാകുമെന്നും ക്ഷേത്രം അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ക്ഷേത്രകുളത്തിൽ കാൽ കഴുകുന്നതും നടപ്പുരയിൽ നിന്ന് ചിത്രീകരിച്ചതുമായ റീൽസ് ജാസ്മിൻ ജാഫർ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവച്ചിരുന്നു. ഇത് വിവാദമായതോടെയാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയത്. നടപ്പുരയിൽ വീഡിയോ ചിത്രീകരിക്കുന്നത് കോടതി വിലക്കേർപ്പെടുത്തിയ സാഹചര്യത്തിൽ പുണ്യസ്ഥലമായി കണക്കാക്കപ്പെടുന്ന ക്ഷേത്രകുളത്തിൽ അനുമതിയില്ലാതെ വീഡിയോ ചിത്രീകരിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്.